ബൈബിൾ ക്വിസ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം. ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഒന്നാമത്തെ ചോദ്യം, യേശുവിനെ കൊണ്ടുപോയി വാറുകൊണ്ട് അടിപ്പിച്ചതാര്? ഉത്തരം പീലാത്തോസ്. രണ്ടാമത്തെ ചോദ്യം, യേശുവിൻ്റെ തലയിൽ പടയാളികൾ വെച്ച മുള്ളുകൊണ്ടുള്ള കിരീടം നിർമ്മിച്ചതെങ്ങനെ? ഉത്തരം മെടഞ്ഞ്. മൂന്നാമത്തെ ചോദ്യം, പടയാളികൾ എന്തറിയേണ്ടതിനാണ് പീലാത്തോസ് പിന്നെയും പുറത്തു വന്ന് അവനെ നിങ്ങളുടെ അടുക്കൽ ഇതാ പുറത്തു കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞത്? ഉത്തരം, ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. നാലാമത്തെ ചോദ്യം, പീലാത്തോസ് ആ മനുഷ്യൻ ഇതാ എന്ന് പറഞ്ഞപ്പോൾ മഹാപുരോഹിതന്മാരും ചേവകരും എന്തു ചെയ്തു? ഉത്തരം, ക്രൂശിക്ക ക്രൂശിക്ക എന്ന് ആർത്തു വിളിച്ചു. അഞ്ചാമത്തെ ചോദ്യം, നിങ്ങൾ അവനെ കൊണ്ടുപോയി ക്രൂശിപ്പിൻ എന്ന് പീലാത്തോസ് മഹാപുരോഹിതന്മാരോടും ചേവകരോടും പറയാൻ കാരണമെന്ത്? ഉത്തരം, അവനിൽ കുറ്റം കാണാത്തതിനാൽ. ആറാമത്തെ ചോദ്യം, ഏത് വാക്ക് കേട്ടിട്ടാണ് പീലാത്തോസ് ഏറ്റവും ഭയപ്പെട്ടത്? ഉത്തരം, ന്യായപ്രമാണത്തിൻ്റെ. ഏഴാമത്തെ ചോദ്യം, തന്നെത്താൻ രാജാവാക്കുന്നവനെല്ലാം കൈസറോട് മത്സരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞത് കേട്ടിട്ട് പീലാത്തോസ് എന്തു ചെയ്തു? ഉത്തരം, യേശുവിനെ പുറത്തു കൊണ്ടുവന്നു കൽത്തളം എന്നും എബ്രായ ഭാഷയിൽ ഗബഥ എന്നും പേരുള്ള സ്ഥലത്ത് ന്യായാസനത്തിലിരുന്നു. എട്ടാമത്തെ ചോദ്യം, പീലാത്തോസ് മേലെഴുത്ത് എഴുതി എന്തു ചെയ്തു? ഉത്തരം, ക്രൂശിന്മേൽ പതിപ്പിച്ചു. ഒൻപതാമത്തെ ചോദ്യം, അനേകം യഹൂദന്മാർ ക്രൂശിലെ മേലെഴുത്ത് വായിക്കാൻ കാരണമെന്ത്? ഉത്തരം, യേശുവിനെ ക്രൂശിച്ച സ്ഥലം നഗരത്തിന് സമീപമാകയാൽ. പത്താമത്തെ ചോദ്യം, പടയാളികൾ യേശുവിനെ ക്രൂശിച്ച ശേഷം എന്തു ചെയ്തു? ഉത്തരം, അവൻ്റെ വസ്ത്രം പങ്കിട്ടു. 11-ാമത്തെ ചോദ്യം, എത്ര പടയാളികൾ ചേർന്നാണ് യേശുവിനെ ക്രൂശിച്ചത്? ഉത്തരം, 4. 12-ാമത്തെ ചോദ്യം, യേശുവിനെ ക്രൂശിച്ച തോട്ടത്തിലുള്ള കല്ലറയിൽ യേശുവിൻ്റെ ശരീരം വയ്ക്കാൻ കാരണമെന്ത്? ഉത്തരം, സമീപം ഒരുക്കനാൾ. നന്ദി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.